ലോകാരാധ്യനായ വിശ്വനേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ശക്തരായ ഭരണാധികാരികളിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇപ്പോൾ നമ്മോടൊപ്പം ഈ വേദിയിലുണ്ട്. അതോടൊപ്പം വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം എന്ന മഹത്തായ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിൻബലവും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് അതിനാൽ സ്നേഹാദരവോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയുള്ള സ്നേഹാദരവ് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ പ്രധാനമന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹം നൽകിക്കൊണ്ട് നമ്മുടെ ആദരവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിന് നൽകുകയാണ്. भगवान स्वामी अय्यप्पन का एक भव्य मूर्ति आदरणीय प्रधानमंत्री जी को भेंट करते हुए राजीव चंद्रशेखर जी उनका स्वागत कर रहे हैं. എൻഡിഎയുടെ ആദരവ് നൽകുന്നത് എൻഡിഎ കൺവീനർ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം ആദര സൂചകമായി ധർമ്മശാസ്താവിന്റെ മറ്റൊരു വിഗ്രഹമാണ് നൽകുന്നത്. മഹിഷി നികരനായിട്ടുള്ള അയ്യപ്പന്റെ വിഗ്രഹം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നത്. ये जो सुंदर शिल्प है महिषासुर की बहन महिषी का वध करते हुए स्वामी अय्यप्पन का सुंदर शिल्प, ये अधर्म पर धर्म की जीत का प्रतीक है. അതുപോലെ തന്നെ ഐതിഹാസികമായ വിജയം നേടിയ കോർപ്പറേഷൻ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയന്തിയും അതോടൊപ്പം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം ഐതിഹാസികമായ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു ഷോൾ അണിയിച്ചു. അതോടൊപ്പം ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. സുദീർഘമായ 4 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ അനന്തപത്മനാഭന്റെ മണ്ണിൽ നമ്മുടെ പോരാട്ടങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും. തിരുവനന്തപുരം നഗരസഭയിലേക്ക് കാലെടുത്തു വെച്ച അന്ന് മുതൽ തിരുവനന്തപുരത്തെ 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഈ കോർപ്പറേഷനിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അധികാരം പിടിക്കുക എന്നുള്ളത്. ആ വലിയ ഭഗീരഥ പ്രയത്നം സാക്ഷാത്കരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവായി നിങ്ങൾ എല്ലാവരും തിരഞ്ഞെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി രാജേഷ് നമ്മൾ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, my dear friends and leaders, first of all I would like to express my sincere thanks to Honorable Prime Minister Narendra Modi and the BJP state and the central team for giving me an opportunity to serve as the mayor in the city in the coming years. Dear Modi, during the election campaigning our slogan was Vikasit Bharatam. The developmental activities which is going on in our country for the last 11 years, under your effective and able leadership motivated us to raise the slogans, and the people of Trivandrum totally accepted, and this is behind the reason for this glorious victory. I would like to mention you an important thing that during the election campaigning from various parts, especially from our media friends, repeatedly asked not to the leaders, to the workers also, is it possible to be here Narendra Modi within 45 days after the poll. I am very proudly say that, media friends, here is our Prime Minister, Honorable Narendra Modi, to bless this city. Modi ji,
your 3 times tweets and your letter addressing Trivandrum and Kerala and mentioning Trivandrum's names, especially in Calcutta and Assam programs, and your presence here, it motivated us to implement the slogans raised by us during the election campaigning. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം സമർപ്പിക്കുമെന്ന്. ഞാൻ പറയുന്നു, വെറും 26 ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണിത്. ഞങ്ങൾക്കൊരു 10 ദിവസം വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളിലായിരുന്നു. അതിനുശേഷം ലഭ്യമായ 15 ദിവസങ്ങൾ കൊണ്ട്, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത അന്നേ ദിവസം രാത്രി മുതൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന്, തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ എങ്ങനെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ചയും ചിന്തയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പൂർണ്ണമല്ല. ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം 2030 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 3 പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. യാതൊരു സംശയവും വേണ്ട, 2030 ആകുമ്പോഴേക്കും ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ടീമിന്റെയും പിന്തുണ, BJP സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഞങ്ങൾ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗം നടന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ സംസാരിക്കുന്നത് BJP പിന്തുണയുള്ള 51 പേർക്ക് വേണ്ടി മാത്രമല്ല. Dear Modi ji, I would like to mention you one more thing, that I am speaking for the 101 councillors, entire team in Trivandrum Municipal Corporation, because the discussions which happened in the previous council, totally they are anxiously waiting to your visit in Trivandrum. എല്ലാ കൗൺസിലർമാരും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ സഹായിക്കുമെന്ന കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സുദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ ഭാഷണമാണ്. 7 പതിറ്റാണ്ട് കാലത്തെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചവിട്ടുനാടകത്തിനിടയിൽ ചതഞ്ഞരച്ചു പോയ മലയാളികളുടെ പ്രതീക്ഷകൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് വികസിത കേരളം എന്ന പുതിയ അജണ്ട കേരളത്തിന് സമ്മാനിച്ച കേരളത്തിന്റെ വികസന നായകൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ്